സ്വർഗമണോ സ്വാഗതം ദേവ രാജജീയ ഗാനങ്ങളോടെ വാഴും ഞങ്ങൾ കാത്തു ഗാനങ്ങളോടെ വാഴും ഞങ്ങൾ പാടുപാടുവാൻ ഞാൻ ഹല്ലേലൂയ 1986 ഡൽഹിയിൽ പച്ചമാരി അമ്മമ്മ സ്പാ സെൻറ്ററിലെ പാട്ടുകാരിയായിരിക്കുമായിരുന്നു. അന്ന് മുതൽ ഹല്ലേലൂയ എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവർ ബാച്ചിലറായിട്ട് 5 പേര് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ആ സഹോദരി എന്ന് പറഞ്ഞ പോലെ അമ്മമ്മയെ കാണുമ്പോൾ നമുക്കൊരു ചെന്ന് സംസാരിക്കാൻ ഒരു പേടി പോലെ തോന്നുമെങ്കിൽ കണ്ട് അടുത്തറിയുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ആണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരിമാർ ഹല്ലേലൂയ 1986 ഡൽഹിയുടെ പ്രദേശത്ത് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവരെ പോയി കാണുവാനും ഹല്ലേലൂയ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും എല്ലാം ഹല്ലേലൂയ നല്ല സഹായിയായിരുന്നു. പിന്നെ ഞാൻ 1988 മുതൽ 94 വരെ എൻ്റെ കോട്ടയം നമ്മുടെ TPP തന്നെയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ 91 കൺവെൻഷൻ ഉണ്ടായിരുന്നു. പാസ്റ്റർ മനോഹർ പാസ്റ്റർ സമയത്ത് പ്രിയ അമ്മ ഡൽഹിയിൽ നിന്ന് കടന്നു വരികയും ഹല്ലേലൂയ പ്രസംഗമൊക്കെ ട്രാൻസ്ലേറ്റ് സംസാരിച്ചു. ഒരു പ്രാവശ്യം സംസാരിച്ചുകൊണ്ട് ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് 1 മണിക്കൂറോളം മെസ്സേജ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അമ്മ പറഞ്ഞതുപോലെ ശരീരത്തിന് നല്ല സുഖമില്ലാതെ ശ്വാസത്തിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ. എങ്കിലും ദൈവം അത്ഭുതമാണ് നടത്തി. ഇത്രത്തോളം ഹല്ലേലൂയ 49 വർഷത്തോളം കർത്താവിൻ്റെ വേലയിൽ നിൽക്കാൻ ദൈവം കൃപ കൊടുത്തു. പിന്നെ എനിക്കൊരു ദുഃഖമുണ്ടായി. ഹല്ലേലൂയ ഞാൻ ഡിസംബർ മാസം അറിഞ്ഞു അമ്മാമ്മ മത്സമാമ്മ ജയ്പൂരിലേക്ക് കടന്നു വന്നു. പക്ഷേ എനിക്ക് കടന്നു വരുവാനോ കാണുവാനോ കഴിഞ്ഞില്ല. ഞാൻ അന്നേരം പെട്ടെന്ന് എന്നോട് പറഞ്ഞ അച്ഛനോട് ഞാൻ പറഞ്ഞു, അയ്യോ ഇത്രയും നാല് ഡൽഹിയുടെ പ്രദേശങ്ങളിൽ ബോംബെയിലൊക്കെ അമ്മ വേല ചെയ്തു. അവസാന സമയമായപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയും കണ്ടപ്പോൾ ജയ്പൂരിൻ്റെ പ്രദേശത്ത് കടന്നു വന്നു. എങ്കിലും എനിക്ക് എല്ലാം ദൈവമായിരുന്നു. എനിക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. ഇന്നലെ ഈ വിവരം ഹല്ലേലൂയ എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഡൽഹിയിലുണ്ടായിരുന്ന ജ്യേഷ്ഠത്തി ആണ് എന്നോട് വിളിച്ചു പറഞ്ഞു, നീ ഇതുവരെയും കാണാൻ പോയില്ലയോ അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത്രയും കളഞ്ഞ് കണ്ടില്ലല്ലോ, ഇപ്പോൾ ഇനി നാട് നീ ഒന്നാം ന്യൂസ് നോക്കിയില്ലയോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, ഞങ്ങൾ നാളെ പോകണമെന്ന് പറഞ്ഞു. രാവിലെ കണ്ടവരെ അവരെയാണ് ഞാൻ വീഡിയോ കോളിൽ ഇങ്ങനെ കാണുന്നത്. സ്തോത്രം. എൻ്റെ നല്ല പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം. നല്ല പ്രാർത്ഥിക്കുമായിരുന്നു, നല്ല ഹല്ലേലൂയ മെസ്സേജൊക്കെ അറ്റൻഡ് ചെയ്യും, നല്ല ഹല്ലേലൂയ പാടുമായിരുന്നു. ഹല്ലേലൂയ നല്ല യൗവനം കർത്താവിന് വേണ്ടി നല്ല പോർപ്പൊരുത് ഓട്ടം തെളിച്ച് വിശ്വാസം ഉണ്ടാക്കി നീതിയുടെ കിരീടം ആ നീതിയുള്ള ന്യായവിധിയിൽ കഴിയുന്ന പ്രാർത്ഥന ഹല്ലേലൂയ എടുക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഹല്ലേലൂയ ഗാനപ്രിയ വെച്ച് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവാണോ എന്ന് തോന്നുന്ന രീതിയിൽ എവിടെയായാലും ആടിയങ്ങളും ഹല്ലേലൂയ അറിഞ്ഞ സത്യത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിൽ ഞങ്ങൾ കാണപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്നും എൻ്റെ സഹോദരിമാരും ഞങ്ങൾ പുനലൂർ സെൻറ്ററിലെ പുനലൂരിലെ വിശ്വാസിയാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എല്ലാവരും ഹല്ലേലൂയ ദുഃഖവും പ്രത്യാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശ അറിയിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വന്തം സിസ്റ്റർമാർ അവരെ നാട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള എല്ലാ ആശ്വാസവും